സൂയിസൈഡ് എന്നെക്കാളും ബെറ്ററാണ് ഡിവോഴ്സ്. അപ്പോൾ ഡിവോഴ്സ് റേറ്റ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ദുരന്തമൊന്നും സമൂഹത്തിനില്ല. 2025 കൊറോണ ടൈമിലുള്ള കേസുകൾ വരെയും പെൻഡിങ് ആയിട്ട് കിടക്കുവാണ്. ഇത്ര വർഷമായി എന്നിട്ട് ആ വക്കീൽ കേസ് തീർത്ത് തന്നില്ല. എല്ലാവരും ചോദിക്കുന്നു എന്തിനാ ആ വക്കീൽ എന്നുകൊണ്ട് വക്കീലിനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കും. ഒരിക്കലും അല്ല, അഡ്വക്കേറ്റ് അല്ല, കോടതിയാണ് തീരുമാനം എടുക്കേണ്ടത്. വാദിയുടെയും പ്രതിയുടെയും വക്കീലന്മാർ തമ്മിൽ ഒത്തു കളിച്ചിട്ട് അത് കോംപ്രമൈസിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ആ തരത്തിൽ അവർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ആസ് എ ലോയർ എനിക്ക് ഒരിക്കലും അതിന് യോജിച്ച് പറയും. നമ്മൾ അഡ്വക്കേറ്റ്സ് തമ്മിൽ മിണ്ടുമായിരിക്കാം, സംസാരിക്കായിരിക്കും, പക്ഷേ ഇത് നമ്മുടെ തൊഴിലാണ്. ഫാമിലി കോടതി എന്ന് പറയുന്നത് തന്നെ മുഴുവൻ വന്നിട്ട് ഒരിക്കലും അങ്ങനെയല്ല, ഭയങ്കര ഇമോഷണലി ഉള്ള കാര്യങ്ങളാണ്. ഇപ്പം ഒരു കക്ഷി വന്നിട്ട് ഇതേപോലെ ബെഗ് ചെയ്ത് ചോദിക്കുക ഇത്രയും കാശ് തരണം എന്ന് പറഞ്ഞിട്ട് ഇയാളും കളിതേപോലെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് പറയാം എനിക്ക് ഇയാളുടെ ഒരു കാര്യവും വേണ്ട, കുട്ടിക്ക് ചിലവിന് കിട്ടാൻ വേണ്ടി ഞാൻ കോടതി വരെ വന്നിട്ട് കോടതിയുടെ അടുത്തും വന്നിട്ട് ഇങ്ങനെ ബെഗ് ചെയ്തുകൊണ്ടിരിക്കണതാണ്. അത് വികാരപരമായിട്ട്, പക്ഷെ അത് കോടതിയും കൂടെ കുറച്ച് മനസ്സിലാക്കണമായിരുന്നു. ഫെമിനിസം ചില രീതിയിൽ വന്നിട്ട് അതൊരു തരം വെപ്പണായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം എന്നെ എടി ബോഡി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പ്രശ്നമില്ല, പക്ഷെ ചിലപ്പം ചില സ്ത്രീകൾക്ക് അത് ഭയങ്കരമായിട്ട് ഹേർട്ടാവും. എന്തിനാ ഈ കൗൺസിലേഴ്സ് ഇങ്ങനെ സംസാരിക്കുന്നത്, എന്തിനാ ഇങ്ങനെ ഇവരുടെ അടുത്ത് ചോദിക്കുക? എത്രയോ പിള്ളേർ കരഞ്ഞും കൊണ്ട് ഇറങ്ങി വരും കൗൺസിലിങ്ങിന്, പക്ഷെ അഡ്വക്കേറ്റ്സിനെ കേട്ടത്തില്ല, അവർ ഇറങ്ങി വരും. അപ്പം ഞാൻ പറയും കൗൺസിലിംഗ് താല്പര്യമില്ല എന്ന് എഴുതി. ഫാമിലി കോർട്ട് അഡ്വക്കേറ്റ് ശൈല റാണിയാണ് കോടതിയുമായി ബന്ധപ്പെട്ട കുടുംബ കോടതിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻഫോർമേറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊരു പുതിയ ഇൻഫോർമേഷൻ തരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ചർച്ചയായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ വക്കീലെ ഞാൻ ചോദിക്കാം, ഇപ്പം നമ്മൾ രണ്ട് വ്യക്തികൾ ജീവിക്കുന്നു, നമ്മളിപ്പോൾ ഒരുപാട് മരണങ്ങൾ ആ രീതിയിൽ പെൺകുട്ടികളുടേത് കാണുന്നുണ്ട്. അപ്പോൾ രണ്ട് വ്യക്തികൾ എപ്പോഴാണ് ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് ആക്ച്വലി എത്തേണ്ടത്? മ്യൂച്വൽ ആയിട്ടായാലും ഒരു വ്യക്തി തീരുമാനിക്കണം. അതെ, അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരാള് രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുകയാണ്. ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഒരാൾ മറ്റേ ആൾക്ക് കൊടുക്കുന്ന പെയിൻ ആവാം, അല്ലെങ്കിൽ അവരെ ഒരു തരത്തിലും വളരാൻ സമ്മതിക്കുന്നില്ല, എല്ലാ രീതിയിലും തകർത്തോണ്ടിരിക്കുകയാണ്. ഇപ്പം എല്ലാ അൺഹാപ്പി മാരേജിലും ഡിവോഴ്സ് വരില്ല. ഡിവോഴ്സ് അല്ലെങ്കിൽ പിരിയണം, വിവാഹ ബന്ധം, അല്ലെങ്കിൽ അവർ ബന്ധം വേർപെടണമെന്ന് വെച്ച് കഴിയുമ്പോൾ മറ്റു ടോർച്ചർ ആവാം, അല്ലെങ്കിൽ അയാളുടെ കരിയർ, മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് എല്ലാത്തിനെയും ഡാമേജ് ആക്കിക്കൊണ്ട് ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് വെച്ചാൽ ക്യാൻസർ പോലെ ഒരു രോഗം പോലെയാണ് എൻ്റെ ജീവിതത്തിൽ ഇതിരിക്കുന്നത്, ഇതിവിടെ വെച്ച് എനിക്ക് മുറിച്ചു മാറ്റണം എന്ന് എപ്പം ബോധ്യപ്പെടണോ അതാണ് പോയിന്റ് എന്ന് പറയുന്നത്. ഞാനത് ചോദിക്കാൻ കാരണം ചില പെൺകുട്ടികളായാലും ആണായാലും പെണ്ണായാലും ചില പോയിന്റിൽ നമ്മൾ തിരിച്ചറിഞ്ഞാലും പിന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. അത് ഹോപ്പ് ഉള്ളതുകൊണ്ടാണ്. അതായത് നമ്മൾ എന്താ പറയുക, അവർ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള എനിക്ക് കൂടുതലും പെൺകുട്ടികളുടെ കേസുകൾ എനിക്ക് കൂടുതൽ പറയാനുള്ളൂ. ആൺകുട്ടികളെ കൂടുതൽ എനിക്ക് അറിയത്തില്ല. പെൺപിള്ളേരുടെ കേസിലാണെങ്കിൽ ഞാൻ കണ്ടെടുത്തോളാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തീരുമാനം നേരത്തെ നോക്കാം, ചെയ്യാം, പക്ഷെ പിന്നെയും സ്റ്റിക്ക് ഓൺ ചെയ്യാനാണെങ്കിൽ എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രഷർ ഉണ്ടാവും, പേടി ഉണ്ടാവും, സൊസൈറ്റിയെയോ അല്ലെങ്കിൽ ഇനി ഞാൻ എങ്ങനെ പോവും എന്നുള്ളൊരു പേടിയും ഉണ്ട്. പക്ഷെ അതെല്ലാം മാറി കടന്നൊരു പോയിന്റ് എത്തുമ്പോൾ പിന്നെ അവള് തിരിഞ്ഞു നോക്കാറില്ല, അവൾ ആ ഒരു മൊമെന്റിൽ കട്ട് ചെയ്തിട്ടുണ്ടാവും. എപ്പോഴെങ്കിലും എപ്പോഴും വക്കീലെടുക്കുന്ന പറഞ്ഞ പോലെ പെൺകുട്ടികളുടെ കാര്യങ്ങളാണ് എപ്പോഴും സംസാരിക്കുക, അല്ലെ ആ ഒരു തോട്ടായിരിക്കും എപ്പോഴും ഉണ്ടാവുക. ഈ ആൺകുട്ടികൾ ഈ വിഷയത്തിൽ ഇത്രയും ഈ രീതിയിൽ സഫർ ചെയ്യുന്നത് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട്? കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇന്ന് പറയല്ലേ, ഫെമിനിസം ചില രീതിയിൽ വന്നിട്ട് അതൊരു തരം വെപ്പണായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഈക്വാലിറ്റി ആണെങ്കിലും ജെൻഡർ ഇതാണെങ്കിലും എൻ്റെ അവകാശമാണ്, എൻ്റെ മറ്റേ ആളുടെ ലൈഫിൻ്റെ അവരുടെ സ്പേസ് കൊടുക്കാതെ, അല്ലെങ്കിൽ അവരുടെ അടുത്തൊരു ഫ്രീഡം കൊടുക്കാതെ, അവരുടെ ഫാമിലിയെ എല്ലാം ടോർച്ചർ ചെയ്ത്, അയാളെയും ടോർച്ചർ ചെയ്ത്, ഇപ്പം എൻ്റെ ഭർത്താവാണ്, നിങ്ങളെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും അകറ്റി എൻ്റേതാണ്, എൻ്റെ സ്വന്തമാണ് എന്ന് വിചാരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിൽ ഒരു സൈഡിൽ ഫാമിലി, ഒരു സൈഡിൽ വൈഫ്, ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്ന ചെക്കന്മാരും ഒരുപാടുണ്ട്. നമുക്ക് ഒരിക്കലും ഒരു ജെൻഡർ വൈസായിട്ട് പറയാൻ പറ്റില്ല ഇത്, എന്നാലും ഇങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് പുരുഷന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഫാമിലി കോർട്ടിൽ ഇപ്പോൾ ഒരു കേസ് വരുമ്പോൾ ആദ്യം നമ്മളിപ്പം സാധാരണഗതിയിൽ ചില ആളുകൾ പോലീസിനെ ആദ്യം സമീപിക്കുന്നവരുണ്ട്, ചിലർ നേരിട്ട് അഡ്വക്കേറ്റിനെ പോയി കണ്ടിട്ട് ഫയൽ ചെയ്യുന്നവരുണ്ട്. പലപ്പോഴും പോലീസിൽ ഞാൻ കുറേ കേസുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയാണ്, അങ്ങനെ ചിലപ്പോൾ ഈ 498 ഫയൽ ചെയ്യുന്ന സമയത്ത് വളരെ ദുർബലമായ വകുപ്പുകളായിരിക്കും അതിനകത്ത്. എനിക്കറിയുന്നൊരു സ്പെഷ്യൽ കേസിൽ, എൻ്റെ അടുത്തൊരു സുഹൃത്തിൻ്റെ കേസിലാണെങ്കിൽ 2-3 വരി മാത്രമേ FIRലുള്ളൂ. 498A ആണ് ഫയൽ ചെയ്തിരിക്കുന്നത്. പക്ഷെ അയാളുടെ സ്വർണം പോയതോ അല്ലെങ്കിൽ അയാൾ ഉപദ്രവിച്ചതോ ഇത്തരം കാര്യങ്ങളൊന്നും ആ FIRലില്ല.
അപ്പൊ അങ്ങനെ വരുന്ന കേസുകളിലെ പിന്നീട് ആ കുട്ടിക്ക് എന്ത് നീതിയായിരിക്കും കിട്ടുക? അത് എങ്ങനെയായിരുന്നു ആ കുട്ടിക്ക് ഇപ്പോഴും എങ്ങനെ എവിടെ പോകണം എന്നും അറിയാത്ത കുട്ടികൾ ഇപ്പോഴും നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മളുടെ ഒരു വ്യവസ്ഥിതി ഭയങ്കര മോശമാണ്, പ്രത്യേകിച്ച് പോലീസിന്റെ ഭാഗത്ത് പറയാതിരിക്കാൻ വയ്യ. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വരുന്ന കേസുകളാണെങ്കിലും നമ്മൾ പോലീസിന്റെ അടുത്ത് പോകുമ്പോഴേക്കും അവർ ആദ്യം ഒരു ഒത്തുതീർപ്പ് ചർച്ച ചെയ്യും, വെറും ഒരു ഫാമിലി ഡിസ്പ്യൂട്ടായിട്ട് ഒതുക്കി കളയും. അതൊരു കുടുംബ പ്രശ്നമല്ലേ, വക്കീലന്മാരൊക്കെ പലതും പറയും അവർക്ക് കേസ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും എന്നുള്ള ലെവൽ. അല്ലെങ്കിൽ ഇവർ തന്നെയാണെങ്കിൽ ഒരു ഭർത്താവല്ലേ ഒന്ന് ക്ഷമിച്ചൂടെ, ഒന്ന് അടിച്ചതെങ്കിലും ക്ഷമിച്ചൂടെ എന്നുള്ള ഒരു രീതിയിൽ ഈ ഇടയ്ക്ക് പോലും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ വന്നിട്ട് ആദ്യം അവരൊരു വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് വളരെ നിസ്സാരം പോലെ ഇരിക്കും. അതേസമയം ഇവർ ഈ പെങ്കൊച്ച് തൂങ്ങിച്ചാവോ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും അപ്പം ചാനൽ ചർച്ചയായി, പിന്നെ FIR ഇങ്ങനെ പോയി കിട്ടി. പക്ഷെ എപ്പോഴും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഫാമിലി ഡിസ്പ്യൂട്ട് പോലെ മാറ്റി അതിനെ വളരെ സിമ്പിളായിട്ട് മാറുന്ന കണ്ടിട്ടുണ്ട്. അല്ലാതെ സ്ട്രോങ് ആയിട്ട് ഇവൾ മൊഴി കൊടുക്കുമ്പം പോലീസിന്റെ അടുത്ത് ഇപ്പം ഇവൾ പോകുമ്പോഴേക്ക് ഈ കുട്ടി പറയണം, എന്നിട്ട് അവൾ വായിച്ചു നോക്കണം. പോലീസ് അങ്ങ് എഴുതിയാൽ പോരെ നമ്മളെ FIR FIS സ്റ്റേറ്റ്മെന്റ്. FIS എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്, ഈ പെൺകുട്ടി കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അത് പോലീസിന് തോന്നുന്ന പോലെ എഴുതാൻ പറ്റില്ല, അത് നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അവൾ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റായിട്ട് വായിച്ചു നോക്കിയിട്ട് അങ്ങനെ തന്നെ ഒപ്പിടണം. ഒരു പോലീസ് സ്റ്റേഷൻ കൊണ്ട് തീരുന്നതല്ല, ഇറങ്ങി വരണം പറ്റിയില്ലെങ്കിൽ ആ സ്റ്റേഷനിൽ നിന്ന്. അതിന് മുകളിലും എന്താ പറയുക ഉദ്യോഗസ്ഥരുണ്ട്, മീഡിയ ഉണ്ട്, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വക്കേറ്റ്സ് ഉണ്ട്, കോടതി നിയമവ്യവസ്ഥകൾ മുഴുവൻ അവർക്കുണ്ട്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പെൺകുട്ടികൾ ബുദ്ധിമുട്ടുന്നത്. ഇപ്പം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിക്കുള്ളിൽ എന്തായിരുന്നു സംഭവിച്ചത്, നിങ്ങളുടെ കിടപ്പറയിൽ എന്തായിരുന്നു സംഭവിച്ചത്, ഇത് ചോദിക്കാത്ത ഒരു കടന്നു പോകുന്ന ഈ ഡിവോഴ്സ് പെറ്റീഷനുമായി ചെല്ലുന്ന ഒരു പെൺകുട്ടി കടന്നു പോയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്തരം അനുഭവങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് വക്കീൽ നേരത്തെ പറഞ്ഞതുപോലെ കുറേയും കൂടി ആ കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അതിന് സപ്പോർട്ടീവായിട്ടല്ല എപ്പോഴും FIR വരുന്നത്. അത് കോടതിയിൽ കൊണ്ടുവരുമ്പോൾ അത് വളരെ ദുർബലമായി പോവുകയും ആ കേസ് ആ കുട്ടിക്ക് മുന്നോട്ട് പോവാതെ വരാൻ പറ്റുന്ന ഒരു സാഹചര്യം പോലും വരാറുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഒരു വക്കീലിന് എന്താ പിന്നെ ചെയ്യാൻ? കാരണം ഇതിനകത്ത് നമുക്ക് ആസ് എ ലോയർ ഒന്നും ചെയ്യാൻ, കാരണം സ്റ്റേറ്റ് ആണ് കേസ് എടുക്കുന്നത്, പ്രോസിക്യൂട്ടേഴ്സാണ് ഈ കുട്ടിക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതും FIR മുതൽ FIS ചാർജ് ഷീറ്റ് എല്ലാം റെഡിയാക്കേണ്ടത് പോലീസാണ്. അത് പോലീസ് വളരെ സ്ട്രോങ് ആയി ചെയ്യേണ്ട ജോലിയാണ്. എല്ലാ ക്രൈമും പോലെ ഒരു മർഡർ നടന്നു, ആ മർഡറിനെ കുറിച്ചും നമ്മൾ സ്ഥലമാസ്റ്ററും അല്ലെങ്കിൽ വെപ്പണും എല്ലാം നോക്കിയെടുത്ത് ഇൻവെസ്റ്റിഗേഷൻ പൂർണ്ണമാക്കേണ്ട ജോലി പോലീസിനാണ്. ഈ പോലീസ് കറക്റ്റായിട്ട് സ്ത്രീക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ചാർജ് ഷീറ്റ് ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു പുരുഷൻ അതിൽ നിന്ന് ഈസി ആയിട്ട് ഊരിപ്പോവും. നമുക്ക് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് പ്രോസിക്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് ആ ചാർജ് ഷീറ്റിന് അപ്പുറം വാദിക്കാൻ പറ്റത്തില്ല. ആ ചാർജ് ഷീറ്റ് കൊണ്ടു കൊടുക്കുന്നത് പോലീസാണ്. പോലീസ് അതിനകത്ത് ലൂപ്പ് ഹോൾ ഇട്ട് കഴിഞ്ഞാലോ നമ്മൾ ചീത്ത പറഞ്ഞിട്ട് കാര്യമുണ്ടോ, നമ്മൾ അഡ്വക്കേറ്റിനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പോലീസ് നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ചാർജ് ഷീറ്റ്, വൂണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഗോൾഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലോക്കർ നമ്പർ അടക്കം അതിൻ്റെ ഡവറി എല്ലാം കൂടെ വെച്ചിട്ട് എഴുതണം. ഡവറി പ്രൊഹിബിഷൻ ആക്റ്റും ഇതിനകത്ത് ഇടണം. വെറും ഒരു 498 IPC-ലായിരുന്നു, ഇപ്പോൾ 85 BNS. അത് മാത്രം ചെയ്ത് വെറുതെ ദുർബലമാക്കരുത് ഒരിക്കലും. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരുപാട് കുട്ടികൾക്ക് എങ്ങനെ ഇത് ചെയ്യണം എന്നറിയാത്ത, ഞാൻ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആദ്യം പോലീസ് സ്റ്റേഷനിലാണോ പോകേണ്ടത്, ഇത് എങ്ങനെ ഈ പരാതി എഴുതും, ഇതൊന്നും കുട്ടികൾക്ക് ഇപ്പോഴും അവയർനെസ് ഇല്ല. അപ്പം എഴുതി പോകുന്ന വരികൾ അയാൾ എന്നെ തല്ലി എന്നൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ, എങ്ങനെ തല്ലി എന്ന് അതിനകത്ത് ഉണ്ടാവില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഇതാണെന്ന്. അതിന് നിങ്ങളൊരു ലീഗൽ അഡ്വൈസ് തന്നെ എടുക്കേണ്ടതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല എങ്കിൽ എല്ലാ ജില്ലയിലും ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കുന്ന ലീഗൽ സർവീസ് അതോറിറ്റീസ് ഉണ്ട്. അവിടെ പോയിട്ട് നിയമം പഠിച്ച അഡ്വക്കേറ്റിനെ തന്നെ കാണാം. പോലീസ് നിയമം പഠിച്ചിട്ടിരിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അപ്പൊ അവിടെ പോണ സമയത്ത് ഇപ്പം അവൻ എൻ്റെ ഇടത് ഗവളത്ത് അടിച്ചു, ഇത്രാം തീയതി ഇത്ര മണിക്ക് ഇങ്ങനെ അടിച്ചു, ആ സമയത്ത് എനിക്ക് ബോധക്ഷയം ഉണ്ടായി, അല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു, അല്ലെങ്കിൽ നാട്ടുകാർ ഓടിക്കൂടി, അല്ലെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല, എന്നെ വിട്ടില്ല, ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് അതിനകത്ത് മൊഴി എഴുതണം. പക്ഷേ ഈ പെൺകുട്ടിക്ക് അതിനുള്ള നോളജ് ഉണ്ടാവില്ല. അവിടെ വരുന്ന സമയത്ത് അഡ്വക്കേറ്റ്സിൻ്റെ സഹായം തേടുന്നത് നല്ലതായിരിക്കും. പിന്നെ ഞാൻ വ്യക്തിപരമായിട്ട് പറയണേ, ഒന്നാമതേ കുട്ടികൾ ഈ ട്രോമയിലൂടെ വരണം. ഞാൻ ശരിക്കും ഇവർക്ക് തീരെ നിവർത്തികേടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലോട്ട് പറഞ്ഞു വിടുകയുള്ളൂ. അല്ലാതെ ഞാൻ പോലീസ് സ്റ്റേഷൻ, കാരണം വെച്ച് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും കിട്ടുന്ന അനുഭവങ്ങൾ അവർ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. നേരത്തെ പറഞ്ഞ പോലെ അനാവശ്യ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഫാമിലി മാറ്റർ അല്ലേ, എന്ത് നല്ല തങ്കപ്പെട്ട ചെറുക്കൻ, നിനക്കെന്തോ എന്ന് വെച്ചാൽ വേറെ ജഡ്ജ്മെൻ്റലാവുക. അവർക്ക് എന്താ അതിനകത്ത് നടന്നത്, അല്ലെങ്കിൽ ആ കുട്ടി അനുഭവിക്കുന്ന വിഷമം എന്താ നിങ്ങൾക്ക്. അതല്ലെങ്കിൽ പോലീസ് അവിടെ സാധാരണക്കാർക്ക് ചിലപ്പോൾ അത് പ്രശ്നമായിരിക്കത്തില്ല, അവൾക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്കിൽ അവളുടെ കൂടെ നിൽക്കണം.
അതല്ലാതെ ആ സമയത്ത് അവളെ മാറ്റി നിർത്തി ഒറ്റപ്പെടുത്തി അഹങ്കാരിയാണ് ധിക്കാരിയാണ് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കുറേ പെമ്പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട് ഇതൊക്കെ വലിയ ട്രെൻഡ് പോലെ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ആത്മാഭിമാനം നഷ്ടപ്പെട്ടിട്ടും അല്ലെങ്കിൽ അവളെ ഇങ്ങനെ ചെയ്തിട്ട് അവൾ 498 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പോഴത്തെ ഇത് മാരീഡ് വുമണിന് വേണ്ടി മാത്രമുള്ള വകുപ്പാണ്. അത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളൊരു വകുപ്പാണ്. ഭർത്താവിൽ നിന്നോ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നോ അവൾക്കുണ്ടാവുന്ന മാനസിക ശാരീരിക പീഡനം എന്ന് പറഞ്ഞിട്ടില്ല, മാനസിക പീഡനമുണ്ട് എന്നാൽ ഇതിനേക്കാളും നല്ല പെണ്ണിനെ കിട്ടുമായിരുന്നു. ഇത്രയല്ലേ കൊണ്ടുവന്നുള്ളൂ, എന്തോ കൊണ്ടുവന്നിട്ടാ എന്നുള്ള രീതിയിലുള്ള ഒരു ഇതാണെങ്കിലും അത് മെൻ്റൽ ക്രൂവൽറ്റിയാണ്. ഈ സുപ്രീം കോടതി വിധികളൊക്കെ പലപ്പോഴും നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഹൈക്കോടതി വിധികളൊക്കെ വരാറുണ്ട്. ഇപ്പം ഈ ഏറ്റവും അടുത്തു വന്നത് ഡൗറിയുടെ കേസിലാണ്. ഡൗറി എങ്ങനെയാണ് തെളിവ് പലപ്പോഴും ഉണ്ടാവില്ല കുട്ടികൾക്ക്, ഈ വാങ്ങിയ ബില്ലോ അല്ലെങ്കിൽ ചിലപ്പം അത്രയും നാളത് ചിലപ്പോൾ സൂക്ഷിച്ചു വെക്കണമെന്നില്ല, അതൊന്നുമില്ലാതെ ഇത് റിക്കവർ ചെയ്യാൻ തിരിച്ച് റിക്കവർ ചെയ്ത് ഈ ഭർത്താവിന്റെ വീട്ടുകാർ ഇത് മുഴുവനും കൈക്കലാക്കിയിട്ടുണ്ടാവും. ആ സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യുക? ഇത് നമുക്ക് കോടതികൾ എന്ന് പറയുന്ന തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതലും കേസുകൾ വിധി വരുന്നത്. തെളിവുകൾ എവിഡൻസ് ആക്ട് അനുസരിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ തീരെ പറ്റിയില്ല എങ്കിൽ നമ്മളൊരു എന്താ പറയുക, ഇപ്പം മൊഴി കൊടുക്കുകയാണ്, ബില്ലില്ല, ഫോട്ടോസ് ഉണ്ട് കയ്യിൽ, നമുക്ക് ഫോട്ടോസ് ഉണ്ട് പക്ഷെ ആ സമയത്തുള്ള ബില്ലില്ല. അപ്പോൾ ഈ ഫോട്ടോസിൽ തന്നെയാണെങ്കിൽ ചിലപ്പോൾ ആ ഗോൾഡ് നേരത്തെ ഈ കുട്ടികൾ വാങ്ങി വെച്ചതായിരിക്കാം, പരമ്പരാഗതമായിട്ട് കിട്ടിയ സ്വർണ്ണമായിരിക്കാം. പക്ഷെ അതിന് വന്നിട്ട് നമ്മൾ മൊഴി കൊടുക്കും, ആൾക്കാരുടെ സ്റ്റേറ്റ്മെന്റ്. അത് കോടതിക്ക് ന്യായം എന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ അങ്ങനത്തെ കേസുകളിൽ വിധിക്കാറുള്ളൂ. പക്ഷെ എവിഡൻസ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് സപ്പോർട്ട്, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ജോലിയാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, പെൺകുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഇതേപോലെ തന്നെ ഒരു സുപ്രീം കോടതിയിൽ ഒരു വിധിയും പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിൻ്റെ അടുത്ത് റൂഫിന് ഡൊമസ്റ്റിക് വയലൻസ് കേസിലാണ്, റൂഫിന് അടുത്ത് നടക്കുന്നതിന് നിങ്ങൾ തെളിവുകൾ പോകണ്ട, അവളുടെ സ്റ്റേറ്റ്മെന്റ് അത് തന്നെയാണ് ഇറ്റ്സ് എ വാലിഡ് എവിഡൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതേപോലെ ഇതേ പ്രൂഫ് കോടതിക്ക് തോന്നണമല്ലോ. കൂടുതൽ ഫാമിലി കേസ് ഒരു 80% ഫാക്ട്സ് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുകയാണ്. വളരെ സ്ട്രോങ് ആയിട്ടും സപ്പോർട്ടീവ് ആയിട്ടുള്ള എവിഡൻസുകളും മൊഴികളും കൂടെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കും. കാരണം ഒരു 100 പവൻ കൊടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി വീട്ടിലുണ്ടോ, മനസ്സിലായില്ല. ഇപ്പം 100 പവൻ ഉള്ള ഡിമാൻഡ് ചെയ്യുന്നു, പക്ഷെ പിന്നെ ഫാമിലീസ് അത്രയ്ക്കുണ്ടോ, അതൊക്കെ പല പല കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും കോടതി വിധിക്കുന്നത്. ഇപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാലും ചിലപ്പം ഈ കാലതാമസം കേസിനെ വല്ലാതെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പം ഇപ്പോൾ ഒരു കേസ് നടന്നു 8, 9, 10 വർഷമാവുന്നു അതിലേക്ക് വിധിയിലേക്കൊക്കെ എന്നെത്താൻ അല്ലെങ്കിൽ വിചാരണയൊന്ന് തുടങ്ങിക്കിട്ടാൻ അത്രയും കാലതാമസം വരുന്നു. നമുക്ക് അതിനൊരു എന്ത് പരിഹാരമാണ് ഒരു അഡ്വക്കേറ്റ് എന്ന രീതിയിൽ നിർദ്ദേശിക്കാൻ പറ്റുക? ഈ കാലതാമസം വല്ലാത്തൊരു കാലതാമസം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കാരണം പക്ഷേ അവരുടെ ജീവിതം വെച്ചിട്ടാണ് അവർ ഇതിലിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. ഇപ്പം ആസ് എ ലോയർ എനിക്ക് പറയുന്നത് കുറേ കോടതികൾ കൂട്ടുക, പിന്നെ കോടതികൾ തന്നെ കുറച്ച് സീരിയസ് ആയിട്ട് നമുക്കിപ്പോൾ എന്താ പറയുക ജുഡീഷ്യൽ സിസ്റ്റത്തിൽ നമുക്ക് ഇത്ര നാളിനുള്ളിൽ കേസ് തീർക്കണം. ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ അങ്ങനെ ഒരു വിധി വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ ഇത്ര കേസ് തീർക്കണം എന്നുള്ള ഒരു ഹൈക്കോടതി വിധി വന്നു കഴിഞ്ഞാൽ എന്താണെങ്കിലും ഫാമിലി കോടതികളാണെങ്കിലും അത് ചെയ്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞ രീതിയിൽ അതിൻ്റെ സ്പീഡപ്പ് ആക്കിയിട്ട് എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് നിയമ സംവിധാനം എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു അഡ്വക്കേറ്റ് എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് മാറ്റം വരണമെന്നില്ല. അതിനൊരു മൂവ്മെന്റ് അഭിഭാഷകർക്ക് ഒരു ഒത്തൊരുമയോട് കൂടി ചെയ്യാൻ പാടില്ല. കാരണം അത്രമാത്രം ഫാമിലി ഞങ്ങൾ എപ്പോഴും പറയാറുള്ളതാ ഇത് വന്നിട്ട്. ഇപ്പം ഒരിക്കൽ ഒരു ഫാമിലി കോടതിയാണെങ്കിൽ ലീവ് എടുത്തോ അല്ലെങ്കിൽ ക്ലോസ് ചെയ്ത് ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു നെയ്യാറ്റിങ്കര ഫാമിലി കോടതിയാണ്. ഫാമിലി കോടതി ഓപ്പൺ ചെയ്ത് തന്നെ 8-9 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അത്രയും വരെ ക്ലോസ് ചെയ്തിട്ടു. അപ്പോൾ അവിടുത്തെ അത്രയും ഫയൽ ഡെഡായിട്ട് അവിടെ കിടക്കുക. വളരെ എമർജൻസി ആണെങ്കിൽ മാത്രം നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വിളിപ്പിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ വരുന്ന സമയത്ത് നമ്മൾ ഈ അഡ്വക്കേറ്റ്സ് അസോസിയേഷൻസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ അല്ലാതെ അത് സീരിയസ് ആയിട്ട് അവരെടുത്തിട്ട് നടത്തേണ്ടത്. അത് അതിന് ജുഡീഷ്യറിയുടെ ഭാഗമാണ്. അത് തീർക്കേണ്ടത്. ഇപ്പം തന്നെ 2025 ആയിട്ടും കൊറോണ ടൈമിലുള്ള കേസുകൾ വരെയും പെൻഡിങ് ആയിട്ട് കിടക്കുവാണ്. അത് ആദ്യത്തെ നമ്മൾ കേസ് ഫയൽ ചെയ്താൽ തന്നെ അതൊന്ന് എടുക്കാൻ തന്നെ 3 മാസം കാലതാമസം വരും. അതായത് നമ്മളിപ്പോൾ കേസ് ഇട്ടിട്ട് ആദ്യത്തെ പോസ്റ്റിംഗ് വെച്ചാൽ റിട്ടേൺ ഓഫ് സമൻസ് ആണ്. അതായത് എതിർഭാഗത്തിന് നോട്ടീസ് പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടി അത് തന്നെ പോസ്റ്റ് ചെയ്യണം. ചിലപ്പോൾ 3-4 മാസം കഴിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ. ചില കോടതികളുണ്ട്. എനിക്ക് ഏറ്റവും എന്ന് വെച്ചാൽ ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ കട്ടപ്പന ഫാമിലി കോടതി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കേസ് ജഡ്ജാണ്. അങ്ങനെ പറയാമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ കോടതിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ കേരള ഫുള്ള് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ കോടതിയാണ് വളരെ സ്പീഡായിട്ട് ട്രയൽ നടത്തി വളരെ സ്പീഡായിട്ട് കേസുകൾ തീർക്കുന്ന. അയാൾ അങ്ങനെ അദ്ദേഹം വെച്ചുകൊണ്ടിരിക്കത്തില്ല. അദ്ദേഹം സ്പീഡായിട്ട് കേസുകൾ അങ്ങനത്തെ ജഡ്ജസ് കുറച്ചുകൂടെ വരികയാണെങ്കിൽ
വളരെ നല്ല രീതിയിൽ അത് ജഡ്ജിന്റെ ഒരു പ്രശ്നം കൊണ്ടാണോ ഇങ്ങനെ നീണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഭയങ്കര ഹൈ ആയിരിക്കും, നമുക്ക് കുറ്റപ്പെടുത്താനും പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം എതിർഭാഗത്തിന് ഒരുപാട് സമയം കൊടുക്കുകയാണ് ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാൻ, നമുക്ക് തർക്കം ഫയൽ ചെയ്യണം എതിർഭാഗത്ത്. അപ്പോൾ ഒരു ലിമിറ്റഡ് ടൈം കൊടുക്കണം, ഒരു 2-3 days നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ ഫയൽ ചെയ്യുക, നേരെ ലിസ്റ്റ് ചെയ്ത് ട്രയലിലോട്ട് ആക്കുക. എന്ന് അല്ലാതെ ഇങ്ങനെ ലാംഗ്വേജ് വാദിഭാഗം നമ്മൾ പ്രഷർ കൊടുത്താലും എതിർഭാഗം ചിലപ്പോൾ നമ്മൾ ലാഗ് ചെയ്യിക്കും. അവർ കണ്ടസ്റ്റിംഗ് ആണെങ്കിൽ വലിച്ചു നീട്ടി ആളെത്തിയിട്ടില്ല, ഒപ്പിട്ടില്ല, അല്ലെങ്കിൽ 2 ദിവസം സമയം കാണാൻ ഇത് ലാസ്റ്റ് ചാൻസ് എനിക്ക് തരണം എന്ന് പറഞ്ഞ് കരഞ്ഞിറങ്ങി നീട്ടുമ്പോഴാണ് നീണ്ടു പോകും. അങ്ങനെ കോടതി കുറച്ചൊന്നും എനിക്ക് തോന്നണം കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡായിട്ട് നമുക്ക് കേസുകൾ കുറച്ച്. എനിക്കറിയുന്ന ഒരു കേസിലെ ആദ്യം ഇത് പറഞ്ഞ പോലെ ഫയൽ ചെയ്തു, ഫസ്റ്റ് ടൈം ആ പെൺകുട്ടി ഹാജരായില്ല, ഉടനെ തന്നെ അത് എക്സ്പാർട്ടി ആയി പോയി. അതെന്താണെന്നറിയോ, എക്സ്പാർട്ടി വിധി ഹാജരാവാത്ത എന്താന്ന് കോടതിയിൽ നോക്കും, നോട്ടീസ് കൈപ്പറ്റിയിട്ടാണ് ഹാജരാവാത്തെങ്കിൽ എക്സ്പാർട്ടി ആക്കും. ഇപ്പം പെൺകുട്ടിയാണത് പെണ്ണൊന്നും ഇല്ലല്ലോ, പെറ്റീഷണർ. അതെ, അല്ല ഞാൻ പറയുന്നത് ആദ്യം ഫയൽ ചെയ്യുന്നത് ഹസ്ബൻഡ് ആയിരിക്കും ഡിവോഴ്സ്. അപ്പോൾ ഓൾറെഡി ഇവർക്ക് നോട്ടീസ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ഹാജരായില്ലേ എക്സ്പാർട്ടി ആയി പോകും. അത് തന്നെ ഫസ്റ്റ് ടൈം ഒന്നും സെക്കൻഡ് ടൈം ഒന്നും ഇല്ല. നോട്ടീസ് അയക്കുന്ന നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു കേസ് ഉണ്ട്, ഇത്രാം തീയതി ഇത്ര മണിക്ക് നിങ്ങൾ കോടതിയിൽ വക്കീൽ മാതിരോ നേരിട്ടോ ഹാജരാവാൻ പറഞ്ഞിട്ടായിരിക്കും നോട്ടീസ് അയക്കുന്നത്. ആ നോട്ടീസ് കൈപ്പറ്റിയിട്ട് വരാതിരുന്ന കോടതി പറയുന്നത് നിങ്ങൾക്ക് തർക്കമില്ല എന്ന് കരുതി വാദിക്ക് അനുകൂലമായിട്ട് വിധിക്കും. അത് ഒറ്റ തവണ തന്നെ വന്നില്ല, കോടതി നോക്കുകയാണ് അവർ ഒപ്പിട്ട് കൈപ്പറ്റിയിട്ടുണ്ട്, ദേ ഗോട്ട് ദ നോളജ് ഇങ്ങനെ ഒരു കേസ് ഉണ്ട് എന്ന്. അപ്പോൾ ഉറപ്പായിട്ട് എക്സ്പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എതിർഭാഗത്തിന് തർക്കമില്ലെന്ന് പറഞ്ഞിട്ട് വാദിക്ക് അനുകൂലമായിട്ട് വിധിക്കണേണ്. അപ്പം കോടതിക്ക് ചിലപ്പോൾ നോക്കുകയാണ് അവിടെ പോയിട്ട് ആള് ഇല്ല, തിരിച്ചു മടങ്ങി, ആളില്ല എന്ന് പറഞ്ഞ് മടങ്ങുകയാണെങ്കിൽ കോടതി എഗെയിൻ സ്റ്റെപ്പ് എടുക്കാൻ പറയും നമ്മളോട്, ഒരിക്കൽ കൂടെ അയക്കുമെന്ന് പറയും. അല്ലാതെ ഒന്നും എക്സ്പാർട്ടി ആക്കൂല. ഇത് ഒപ്പിട്ട് നോളജ് കിട്ടിയിട്ടും വരാത്തതുകൊണ്ടായിരിക്കും എക്സ്പാർട്ടി ആക്കിയത്. അങ്ങനെ എക്സ്പാർട്ടി ആയി പോയ കേസ് പിന്നീട് നമുക്ക് തിരിച്ചെടുക്കാൻ വീണ്ടും നിയമ വഴികൾ ഉണ്ട്. അത് സെറ്റ് അസൈഡ് ചെയ്യാൻ പെറ്റീഷൻ ഇട്ടിട്ട്, അതായത് ഇപ്പൊ എക്സ്പാർട്ടി ആയെന്ന് വെച്ചു, ഇപ്പൊ എന്റെ കക്ഷിയെ എക്സ്പാർട്ടി ആക്കിയെങ്കിൽ നമുക്ക് എക്സ്പാർട്ടി സെറ്റ് അസൈഡ് ചെയ്തതിനു ശേഷം ഹർജി ഫയൽ ചെയ്തിട്ട് തിരികെ എടുക്കാൻ പറ്റും. അതും ഒരു വലിയ കാലം, അത് പിന്നെ താമസം എടുക്കും. കാരണം എതിർഭാഗം പിന്നെയോ അല്ല, സെറ്റ് അസൈഡ് പെറ്റീഷനൊക്കെ വേഗം അനുവദിക്കും. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും റീസൺ പറയണം, നമ്മൾ എന്തുകൊണ്ടാണ് അന്ന് ഹാജരാവാൻ പറ്റാതിരുന്നത്, അല്ലെങ്കിൽ നമുക്ക് നോളജ് കിട്ടാതിരുന്നത്, അതല്ലാതെ പർപ്പസ്ഫുള്ളി വരാതിരുന്നതല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹർജി ഫയൽ ചെയ്ത് ഓൾമോസ്റ്റ് വേഗം എടുക്കും. അത് വന്നിട്ട് ഓക്കെ. ഈ വിവാഹമോചന കേസുകൾ പലപ്പോഴും വരുമ്പോൾ പലരുടെയും പരാതിയാണ്, വാദിയുടെയും പ്രതിയുടെയും വക്കീലന്മാർ തമ്മിൽ ഒത്തു കളിച്ചിട്ട് അത് കോംപ്രമൈസിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ആ തരത്തിൽ അവർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഒരു വ്യക്തി? അത് ഞാൻ ആസ് എ ലോയർ എനിക്ക് ഒരിക്കലും അതിന് യോജിച്ച് പറയാം. നമ്മൾ അഡ്വക്കേറ്റ്സ് തമ്മിൽ മിണ്ടുമായിരിക്കാം, സംസാരിക്കുമായിരിക്കും, പക്ഷേ ഇത് നമ്മുടെ തൊഴിലാണ്. നമുക്ക് എത്തിക്സ് ഉണ്ട്, ലീഗൽ എത്തിക്സ് ഉണ്ട്. എപ്പോഴും നമ്മൾ നമ്മുടെ കക്ഷികൾക്ക് വേണ്ടി നിലകൊള്ളണം എന്ന് ബാർ കൗൺസിലിൽ നമ്മൾ ഇത് ഓത്തെടുത്തിട്ടാണ് നമ്മൾ വരുന്നത് തന്നെ. അതൊക്കെ വെറുതെ തെറ്റിദ്ധാരണയാണ്. ചിലപ്പോൾ നമ്മൾ സംസാരിച്ചെന്നായിരിക്കും, നമുക്കതെങ്ങനെയല്ലേ സെറ്റിൽ ചെയ്യാൻ പറ്റും, ഈ രീതിയിൽ സെറ്റിൽ ചെയ്യാം. അപ്പം നമ്മൾ നമ്മുടെ കക്ഷിക്ക് ഫേവർ അല്ല എന്നുണ്ടെങ്കിൽ ഇല്ല വയ്ക്കില്ല, അത് നടക്കാൻ പോകണില്ല. കാരണം ഈ കക്ഷി ഇവർക്കുണ്ട്, കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഇത്ര നാൾ ഇതുണ്ട്, ഇത്രയും കിട്ടാണ്, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സെറ്റിൽ ചെയ്യാം. അല്ലാതെ നമ്മൾ എന്ത് ഒത്തു കളിക്കാനാണ്? അല്ല, അങ്ങനെയൊക്കെ പറയില്ലേ, സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പോൾ പറയും അതാ വക്കീലന്മാര് തമ്മിൽ. അതിലേക്ക് മനസ്സിലാവും. ഇതിന് താഴെ വരുന്ന വക്കീല കമന്റുകൾ തന്നെ അഡ്വക്കേറ്റ്സിനെ ചീത്ത വിളിച്ചിട്ടായിരിക്കും. സ്വാഭാവികമായിട്ട് അത് സൊസൈറ്റിയുടെ മുമ്പേ ഉള്ള അഡ്വക്കേറ്റ്സിനെതിരെയുള്ള ഒരു ആരോപണം മാത്രം. പിന്നെ പറയാ അഡ്വക്കേറ്റിന് കുറച്ചുകൂടി നീട്ടി കിട്ടിയ കാശ് കുറെ കിട്ടുമല്ലോ, കാശ് വാങ്ങി എടുക്കാൻ വേണ്ടി നീട്ടി വെക്കുന്നതാണ്, അഡ്വക്കേറ്റ് നീട്ടി വെക്കുന്നതാണെന്നാണ് പലപ്പോഴും ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ. ഒരിക്കലും കോടതി വ്യവഹാരങ്ങൾ എന്താണെന്ന് അറിയാത്തത് കൊണ്ടും കൂടി. അതായത് നമ്മൾ വൺസ് വക്കാലത്തിട്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്താൽ അത് വന്നിട്ട് കോടതിയുടെ കീഴില്ല, അണ്ടർ ദ കോർട്ടാണ്, കോടതിയുടെ കാഴ്ചപ്പാടിലാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം നമ്മൾ വന്നിട്ട് നിയർ ബൈ ഡേറ്റ് പോസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ പറഞ്ഞാലും കോടതിയുടെ എന്താ കാര്യം ഇപ്പോൾ അടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് അതിനും വേറെ കേസ് കിടക്കുകയാണ്, നേരെ എടുത്ത് അടിക്കണം നല്ല ഡിസംബറിലെങ്ങാനും. മനസ്സിലായില്ല? അപ്പം നമ്മളെ കക്ഷികൾ എന്താ പറയുക, എന്താ വക്കീൽ എന്താ പറയാത്തതുണ്ട്, നമുക്ക് പറയാം, നമ്മൾ റെപ്രസെൻറ്റേഷൻ ചെയ്യും, നമ്മൾ ജൂനിയേഴ്സ് ആണെങ്കിൽ ആരാണെങ്കിലും. പക്ഷെ അത് കോടതിയാണ് ഡേറ്റ് ഉണ്ട്, അഡ്വക്കേറ്റ് അല്ല. ഇത് പലർക്കും അറിയില്ല. എല്ലാവരും എന്താ പറയാ, അഡ്വക്കേറ്റ് അത് പറഞ്ഞില്ല. അല്ലെങ്കിൽ എനിക്കിങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരുപാട് പേര് വന്നിട്ട് ഇത്ര വർഷമായി എന്നിട്ട് ആ വക്കീൽ കേസ് തീർത്ത് തന്നില്ല. എല്ലാവരും ചോദിക്കുന്നു എന്തിനാ ആ വക്കീൽ എന്നുകൊണ്ട് വക്കീലിനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കും. ഒരിക്കലും അല്ല, അഡ്വക്കേറ്റ് അല്ല, കോടതിയാണ് തീരുമാനം എടുക്കേണ്ടത്. അഡ്വക്കേറ്റിനും നമ്മൾ തന്നെ ഒരുപാട് സമയം നീട്ടിയെന്ന് വെച്ചോ,
ദേഷ്യപ്പെടും കോർട്ട്. എന്തിനാ ഇത്രയും സമയം ഇത് കഴിഞ്ഞ വെച്ചാൽ അടുത്ത പോസ്റ്റിങ്ങിൽ വന്നിട്ട് വാദം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അടുത്ത പോസ്റ്റിൽ എവിഡൻസ് ഹാജരാക്കില്ല, അല്ലെങ്കിൽ ഞാൻ ഡിസ്പോസ് ചെയ്യും എന്നേ കോർട്ട് പറയുള്ളൂ. മനസ്സിലായില്ലേ? അത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ കോർട്ടാണ്. പവർഫുള്ളാണ് ജഡ്ജ്. ഡിസ്ട്രിക്ട് ജഡ്ജാണ് ഫാമിലി കോർട്ടിലിരിക്കുന്നത്, മുനിസിപ്പൽ മജിസ്ട്രേറ്റ് ഒന്നും അല്ല. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം ആളുകൾ ഇതെന്താ വിചാരിക്കുന്നത് വെച്ചാൽ വക്കീല് കുറച്ച് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്, അങ്ങനെയാണ് മിക്ക ആളുകളും. തൊഴിലാണ് അത്. കാരണം എന്നും പറഞ്ഞും കൊണ്ട് നമ്മള് നമുക്കത് ചെയ്യാൻ പറ്റില്ല എനിക്കറിയാം. നമുക്ക് ആ ജോലി കുറഞ്ഞു കിട്ടട്ടെ, വേഗം തീരട്ടെ. എന്നിട്ട് നമുക്ക് പുതിയ വേറെ കേസ് വരും, നമ്മൾ തിരക്കും. ഇതെന്താ ഇത് തീരാത്ത, ഇത് എന്തുകൊണ്ട് നമ്മൾ ഇപ്പം ഞാൻ തന്നെയാണ് ജൂനിയേഴ്സിനോട് ചോദിക്കും, ഇനി അത് പറ്റത്തില്ല, അത് കോടതി എടുത്ത് പറയണം, അല്ലെങ്കിൽ സ്പീഡി ട്രയൽ പെറ്റീഷൻ ഇടാം, അല്ലെങ്കിൽ വേഗം തീർക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പുതിയ കേസുകൾ വരുമ്പോൾ നമ്മൾ അതിൻ്റെതായ തിരക്കിലോ പഴയ കേസ് നമ്മൾ തൂക്കി പിടിച്ചുകൊണ്ട് നിൽക്കാൻ ഒരു അഡ്വക്കേറ്റും അങ്ങനെ ചെയ്യാറില്ല. ഞാനെപ്പോഴും ഈ ഫാമിലി കൊണ്ട് വരാന്തയിൽ പുരുഷനും സ്ത്രീയും ഒരുപോലെ ബുദ്ധിമുട്ടുന്നുണ്ട്, എങ്കിലും നമ്മൾ സ്ത്രീകളുടെ വർഷം കുറച്ചുകൂടെ ഹാർഡായിട്ട് തോന്നാറുണ്ട്. കാരണം അവർ പല ബാരിയറും കടന്നായിരിക്കും അവിടെ വരിക. ഒരു പുരുഷൻ വരുന്ന അത്ര എന്താ പറയുക ഫ്ലെക്സിബിളായിട്ടായിരിക്കില്ല ഒരു സ്ത്രീ അവിടെ വരിക. പലപ്പോഴും ജീവനാംശം പറയുമ്പോൾ അല്ലെങ്കിൽ ഈ മെയിൻ്റനൻസ് അത് വലിയൊരു വിഷയമാണ്. ആ സമയത്ത് കളിപ്പിക്കുന്ന കണ്ടിട്ടുണ്ട്. ഒരു തവണ പുരുഷന്മാർ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം, പറഞ്ഞ ഡേറ്റിന് കൊടുക്കാതില്ല. അതൊരു വലിയ പ്രതിസന്ധിയല്ലേ? അതിനെയൊക്കെ എങ്ങനെയാണ് ഇപ്പൊ വക്കീല് വൈകാരികമാക്കോ ഇമോഷണൽ ആണ്. ഫാമിലി കോടതി എന്ന് പറയുന്നത് തന്നെ മുഴുവൻ വന്നിട്ട് ഒരിക്കലും അങ്ങനെയല്ല, ഭയങ്കര ഇമോഷണലി ഉള്ള കാര്യങ്ങളാണ്. ഇപ്പം ഒരു കക്ഷി വന്നിട്ട് ഇതേപോലെ ബെഗ് ചെയ്ത് ചോദിക്കുക, ഇത്രയും കാശ് തരണം എന്ന് പറഞ്ഞിട്ട് ഇയാളും ഇതേപോലെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് പറയാം എനിക്ക് ഇയാളുടെ ഒരു കാര്യവും വേണ്ട ഒന്ന് പറഞ്ഞിട്ട് വികാരത്തിന്റെ പുറത്ത് പറയുകയാണ്. അപ്പോഴേക്കും കോടതി ചോദിക്കുക എന്താ വേണ്ടേ, നിങ്ങൾക്ക് കേസ് വേണ്ടേ? അല്ല എനിക്ക് എന്ന് വെച്ചാൽ ഒരു പരിധിയില്ല, കൊച്ചിന് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇത്ര വേണ്ട ഇയാൾ ചോദിക്കണോ, ഇയാളുടെ ഒന്നും വേണ്ടെന്ന്. അപ്പോഴേക്കും അന്ന് ഞാൻ ജൂനിയർ ആയിരുന്ന സമയത്ത് ഞാൻ നടത്തിയ കേസ് കോടതി എന്നോട് പറയുന്ന അഡ്വൈസ് യുവർ ക്ലയൻറ്റ് ടു ബിഹേവ് പ്രോപ്പർലി എന്ന് പറയുന്നത്. ഞാൻ പറയും മിണ്ടാണ്ടിരിക്കും. അല്ല വക്കീലെ എനിക്ക് ഇയാളുടെ ഒന്നും വേണ്ട. അപ്പൊ കോടതി മട്ടത്തിട്ടാണ് കോടതി എന്നിട്ട് ചോദിക്കുക കുട്ടിയുടെ അടുത്ത് എന്താ നിങ്ങൾക്ക് കേസ് വേണ്ടേ എന്ന് ചോദിച്ചപ്പോഴേക്കും വേണ്ട എങ്കിൽ എഴുതി തരൂ എന്ന് പറഞ്ഞിട്ട് ഫയൽ എടുത്ത് ഇട്ട് കൊടുക്കുന്നു. ഇവളവിടെ എഴുതി ഒപ്പിട്ടു വിഡ്രോ എന്ന് വെച്ചാൽ നമുക്ക് കേസ് വിഡ്രോ ചെയ്യാം, അതല്ലെങ്കിൽ നോട്ട് പ്രസ് ചെയ്യാം. നോട്ട് പ്രസ് മെമ്മോ എഴുതി കൊടുത്തു. ഞാൻ നിർത്തുന്നു പറഞ്ഞിട്ട് എന്നില്ല. പക്ഷേ അവിടെ എന്നിട്ട് വിജയശ്രീയിൽ ആൾ തന്നെ ആയിട്ട് അവൻ പോവുകയും ചെയ്യും. അതാണ് വികാരവും വിവേകവും. നമ്മൾ ഭയങ്കര ഇമോഷണലാവും പെൺപിള്ളേർ സ്ത്രീകൾ വന്നിട്ട്. അന്ന് ആ കുട്ടി ചെയ്തത് ഏറ്റവും വലിയൊരു മണ്ടത്തനമായിപ്പോയി. എന്ന് വെച്ചാൽ അവൾ അപ്പോഴും പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് ബെഗ് ചെയ്യാൻ ഒരു പരിധിയുണ്ട്. കുട്ടിക്ക് ചിലവിന് കിട്ടാൻ വേണ്ടി ഞാൻ കോടതി വരെ വന്നിട്ട് കോടതിയുടെ അടുത്തും വന്നിട്ട് ഇങ്ങനെ ബെഗ് ചെയ്തുകൊണ്ടിരിക്കണതാണ്. അത് വികാരപരമായിട്ട്. പക്ഷെ അത് കോടതിയും കൂടെ കുറച്ച് മനസ്സിലാക്കണമായിരുന്നു. അല്ല അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഒരു മനുഷ്യത്വത്തിന്റെ കുറെ സാധനങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ്. മറ്റു കേസുകൾ പോലെയല്ല. കുറച്ചും കൂടി എവിഡൻസിന് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഫാമിലി എന്ന് പറയുമ്പോൾ. കുറെ റിലേഷൻഷിപ്പിന്റെ ബ്രേക്കപ്പും അങ്ങനത്തെ ഇമോഷണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളും എന്നാൽ ഇങ്ങനെയൊക്കെ നിൽക്കേണ്ടി വന്നല്ലോ ചിന്തകളും അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതിങ്ങനെ മാനസികമായി ഡെയിലി കാണിപ്പോ എത്രയും വർഷമായിട്ട് ഇതേ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നിൽക്കുമ്പോ 26 വർഷമായി അതിങ്ങനെ ഡെയിലി ഓരോ ആളുകളുടെ ഇമോഷൻസിനെയാണല്ലോ ക്യാരി ചെയ്യുന്നത്. അതിങ്ങനെ കാണുമ്പോ എന്താണ് ഒരു എനിക്ക് വന്നിട്ട് എനിക്കിപ്പോഴും അതിന് ആ പാഷനാണ് വന്നിട്ട്. എനിക്ക് അവരുടെ ഇമോഷൻസ് എനിക്ക് മനസ്സിലാവും. ഞാൻ ഇപ്പോഴാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. ഞാൻ കോടതി എടുത്ത് ആർഗ്യൂ ചെയ്യും, അത് വന്നിട്ട് സമ്മതിക്കരുത് അങ്ങനെ ചെയ്യല് വൈകാരികമായിട്ട് പറയണതാണ്. കോടതിയിൽ കൂട്ടിൽ കയറ്റിയിട്ട് മൊഴി കൊടുക്കുന്ന സമയത്ത് ഞാൻ പറയും നിങ്ങൾ പറയുന്ന വാക്കുകളാണ് ജഡ്ജ് എഴുതുന്നത്, അല്ലാതെ നിങ്ങളെ കരച്ചിലോ നിങ്ങൾ അവിടെ കിടന്നിട്ട് ദേഷ്യം കാണിക്കുന്ന എഴുതില്ല. അതുകൊണ്ട് മൊഴി കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. വൈകാരികമായിട്ട് നിങ്ങൾ പ്രതികരിക്കരുത്. ക്രോസ് എക്സാമിനേഷൻ ചെയ്യുമല്ലോ അങ്ങനെ സമയത്ത്. പക്ഷെ എനിക്കിപ്പോഴും ആ ഒരു എന്താ പറയാ ഇപ്പോഴും ആ പാഷൻ വിട്ടിട്ടില്ല. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ അതിൽ ചെയ്യുന്നതിൽ. ഈ വിചാരണയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കക്ഷി ഓപ്പോസിറ്റ് അങ്ങനെ അല്ലാന്ന് നമുക്കറിയാം. പക്ഷെ നമുക്ക് കേസ് ജയിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആളുകളുടെ ഇമോഷൻസിനെ വല്ലാതെ കീറി മുറിക്കുകയാണ്. അതൊരു സ്ത്രീയെ സംബന്ധിച്ച് അത് താങ്ങാനേ പറ്റൂല. ആ ട്രോമ പിന്നെ അതിനേക്കാൾ ഭീകരമായിരിക്കും ഈ കടന്നു പോകുന്ന വഴികളെല്ലാം. എത്രയൊക്കെ നമ്മൾ തൊഴിൽ ആണെങ്കിലും നമ്മളൊരു വ്യക്തിപരമായിട്ട് നമുക്ക് നമ്മളുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ വാദ്യഭാഗം നിൽക്കുകയാണ്, എനിക്ക് എതിർഭാഗം പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ട് എങ്കിൽ നമ്മൾ ചെയ്യേണ്ട ജോലി അങ്ങ് ചെയ്യും. എനിക്ക് മനസ്സിലാവും ഇതെവിടെയോ നമ്മുടെ ഭാഗത്ത് ചെറിയതുണ്ട്, പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ കക്ഷിയെടുത്ത് പറയും ഇതാണ് പ്രശ്നം, അങ്ങനെയാണ് പ്രശ്നം. അത് അവർ ഹൈലൈറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കേസിനെ ബാധിക്കും എന്നുള്ള രീതിയിൽ. പിന്നെ ഇതേപോലെ ഞാൻ ടോർച്ചർ ചെയ്യാറില്ല. എനിക്ക് നമുക്ക് അറിയാമല്ലോ, ഞാൻ പറഞ്ഞില്ലേ 80% അത് ഫാക്ട്സ് ആണ് കേസ്. അപ്പം നമുക്ക് മനസ്സിലാവും എതിർഭാഗത്തിനെതിരെ കള്ളം പറയണയാണെങ്കിൽ ഇത് തന്നെയാണെങ്കിലും
എന്തൊക്കെയാണെങ്കിലും നമ്മളൊരു മനുഷ്യരല്ലേ, വ്യക്തികളല്ലേ. അത് ഈ വിവാഹമോചനം വർദ്ധിക്കുന്നത് ഇപ്പം അടുത്ത സമീപകാലത്ത് റിപ്പോർട്ട് വന്നു, വിവാഹമോചനം കൂടുതലാണ് കേരളത്തിൽ. അപ്പൊ അതിനെ ഒരു പോസിറ്റീവായിട്ടാണോ കാണുന്നത്, നെഗറ്റീവായിട്ടാണോ കാണുന്നത്? തീർച്ചയായും പോസിറ്റീവ് കാണുന്നത്. നമ്മൾ എന്തിനാണ് ഇങ്ങനെ സമൂഹം ഇത്രയും വേവലാതിപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. മാറ്റങ്ങൾ വരണ്ടേ? ഇതിനെ നോക്കിക്കോളൂ, കുത്തനെ കൂടിയിട്ട് അതങ്ങ് കുറയും. മനസ്സിലാവുന്നുണ്ട്? ഒരു മാറ്റം നമുക്ക് വേണം. ഈ വിവാഹമോചനം കൂടുമ്പം ഇവരെല്ലാം സമൂഹം വന്നിട്ട് നിലവിളിക്കുന്നുണ്ട്. സൂയിസൈഡ് റേറ്റ് കൂടിയിരുന്നെങ്കിലോ? നമ്മളിപ്പോൾ ലാസ്റ്റ് കേട്ട ന്യൂസാണ് വിഭജികയുടെ. അന്ന് എല്ലാവരും പറഞ്ഞ എന്താ, ആ കുട്ടിക്ക് ഇങ്ങ് ഡിവോഴ്സ് ചെയ്തുകൂടെ? അപ്പൊ എന്താ ഇരട്ടത്താപ്പോ സൊസൈറ്റിയുടെ? അത് വേണ്ട. മരിക്കുന്നതിനേക്കാൾ എന്തല്ല, ഞാൻ എപ്പോഴും പറഞ്ഞു, സൂയിസൈഡിനേക്കാളും ബെറ്റർ ആണ് ഡിവോഴ്സ്. അപ്പൊ ഡിവോഴ്സ് റേറ്റ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ദുരന്തമൊന്നും സമൂഹത്തിനില്ല. ഇപ്പൊ ഞാൻ ഡിവോഴ്സ് ചെയ്ത് അതിനെ എന്തെങ്കിലും ബാധിക്കുന്നുണ്ടോ? അത് എൻ്റെ ജീവിതത്തെ ബാധിക്കുന്നില്ലേ? പിന്നെ എന്തിനാ ഈ ആൾക്കാർ ഈ വേവലാതിപ്പെടുന്നത്? ഡിവോഴ്സ് കൂടുന്നേ നിലവിളിച്ചിട്ട് എന്തിനാ കാര്യം? അതൊരു പോസിറ്റീവായിട്ടാണ്. മാറ്റങ്ങൾ വരട്ടെ സമൂഹത്തിന്. കുറച്ചെങ്കിലും ആണുങ്ങളോ അല്ലെങ്കിൽ പെൺകുട്ടികളോ അവർ ജീവിതത്തെക്കുറിച്ച് കുറച്ച് പഠിക്കട്ടെ, ചിന്തിക്കട്ടെ, അവർ മനസ്സിലാക്കട്ടെ. ഈ ഡിവോഴ്സ് റേറ്റ് കൂടുമ്പോൾ ചില ആളുകൾ പറയും പിന്നെ നിസ്സാര കാരണത്തിനാണ് ആ പെൺകുട്ടി ഡിവോഴ്സ് ആവശ്യപ്പെടുന്നത്. അങ്ങനെയുള്ള അനുഭവങ്ങൾ അത് അയാൾക്ക് നിസ്സാരമായിരിക്കാം, അത് അവൾക്ക് നിസ്സാരമായിരിക്കില്ല. മനസ്സിലായില്ലേ? നമ്മൾ എങ്ങനെയാ ജഡ്ജ്മെന്റിലാവുന്നത്? എനിക്കൊരു നിസ്സാരമെന്ന് തോന്നുന്നത് ആതിരയ്ക്ക് നിസ്സാരമാവണമെന്നില്ല. ഇപ്പൊ എന്നെ എടി ബോഡി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ചിലപ്പം ചില സ്ത്രീകൾക്ക് അത് ഭയങ്കരമായിട്ട് ഹേർട്ടാവും, അതിന് ബുദ്ധിമുട്ട്. എന്നെ എന്തിനാ അങ്ങനെ വിളിക്കണേന്ന്. ഞങ്ങളൊക്കെ എനിക്കൊരു കേസ് വന്നത് എന്താ വെച്ചാൽ, നീ വെറും പെണ്ണാണ് എന്ന് പറഞ്ഞത്. അവളെ ബുദ്ധിമുട്ടിച്ചു. അത് വന്നിട്ട് അവൾ നോർത്തിൽ പഠിച്ച പെണ്ണാണ് എന്ന് വെച്ചാൽ അവൾക്കങ്ങ് വളരെ ചീപ്പായിട്ട് അവൾ ആക്കിയ പോലെ, നമ്മൾ തെറി വിളിച്ച പോലെയാണ് അവൾക്ക് ഫീൽ ചെയ്യുക. നമ്മൾ ജനിച്ച മുതലേ ആ പെണ്ണാണെന്ന് കേട്ട് വളർന്നു കണ്ട് നമുക്കതെന്തോ വലിയ പ്രശ്നമില്ല. പക്ഷെ ഞാൻ അതിന് ഒട്ടും കുറച്ച് കണ്ടില്ല. അയ്യോ അതല്ലേ ഉള്ളൂ, നിസ്സാരമല്ലേ എന്നൊക്കെ. ഇപ്പൊ എൻ്റെ കേസുകൾ വരുന്ന സമയത്ത് എൻ്റെ കോളേജ് അഡ്വക്കേറ്റ്സ് ജെൻസ് ആണെങ്കിൽ പറയും, മെയിൽ അഡ്വക്കേറ്റ്സ് എന്ന്, ഇതിനൊക്കെ ഡിവോഴ്സോ, ഇതൊക്കെ പ്രശ്നമാണോ എന്ന്. പക്ഷെ അവർക്ക് പ്രശ്നമല്ല, അല്ലെങ്കിൽ അവർക്ക് കാണുന്നവർക്ക് കേൾക്കുന്നവർക്ക് പ്രശ്നമില്ല. അവൾക്ക് പ്രശ്നമാണെങ്കിൽ നമ്മൾ അവളെ കൂടെ നിൽക്കുക, അല്ലെ അവൻ്റെ കൂടെ നിൽക്കുക. നമ്മൾ ജഡ്ജ്മെന്റ് അല്ല വേണ്ട കാര്യം. ഈ കോടതികളിൽ ചിലപ്പോഴും കേസ് നടക്കുമ്പോൾ ഈ കൗൺസിലിങ്ങിലേക്ക് പോകാറുണ്ടല്ലോ. ഈ കൗൺസിലിംഗ് ശരിക്കും കറക്റ്റായ ഒരു വേയിൽ തന്നെ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അതൊരു ഒരു ഗുണമായി തീരുന്നുണ്ടോ, ഗുണകരമായി തീരുന്നുണ്ടോ അവസ്ഥയുണ്ടോ? കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ കേസുകളും കൗൺസിലിംഗ് പോകണം എന്നൊരു പ്രൊസീജിയർ പ്രകാരമാണ്. പക്ഷേ എനിക്കത് പറയാതിരിക്കാൻ വയ്യ. ഇപ്പോഴത്തെ കുടുംബ കോടതിയിലെ കൗൺസിലിംഗ് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അത് നമ്മളല്ലാതെ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള പുറത്തുള്ളവർ പ്രൊഫഷണൽസ് ആണോ അല്ലേ എന്നല്ല ഞാൻ പറയുന്നത്. അവരെല്ലാം കോടതി ഹൈക്കോർട്ട് തന്നെയാണ് ഇവരെയൊക്കെ നിയമിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ട്. പക്ഷെ എന്ന് തന്നെയാണെങ്കിലും ചില കാര്യങ്ങളൊക്കെ നമുക്കും തോന്നും, എന്തിനാ ഈ കൗൺസിലേഴ്സ് ഇങ്ങനെ സംസാരിക്കുന്നത്, എന്തിനാ ഇങ്ങനെ ഇവരുടെ അടുത്ത് ചോദിക്കുക. എത്രയോ പിള്ളേർ കരഞ്ഞും കൊണ്ട് ഇറങ്ങി വരും കൗൺസിലിങ്ങിന്. പക്ഷെ അഡ്വക്കേറ്റ്സിനെ കേട്ടത്തില്ല, അവർ ഇറങ്ങി വരും. അപ്പം ഞാൻ പറഞ്ഞു, കൗൺസിലിംഗ് താല്പര്യമില്ല എന്ന് എഴുതിക്കോട്ടെ. കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യണം, മസ്റ്റായിട്ട് 2-3 days അറ്റൻഡ് ചെയ്യണം. പിന്നെ നല്ല രീതിയിൽ സംസാരിക്കുന്ന കൗൺസിലേഴ്സും ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. എഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ ഇതൊന്നും കോടതികളിൽ ഇപ്പോഴത്തെ നിലവിലുള്ള കൗൺസിലിംഗ് ഒന്നും എനിക്ക് വലിയ അതന്നെ. ഇപ്പൊ നമ്മളൊരു ഫാമിലി കേസ് ഫയൽ ചെയ്യുമ്പോൾ ഭർത്താവും ഭാര്യയും അവിടെ വരും, ചിലപ്പം മാതാപിതാക്കളെയും കൊണ്ടുവരും. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അവിടെ ഒരു പ്രാധാന്യമില്ല. അതായത് കുഞ്ഞുങ്ങൾ മൈനർ ആയിരിക്കുമല്ലോ, അവർക്കല്ലേ ശരിക്കും ഒരു കൗൺസിലിംഗ് വേണം. ഇപ്പം വന്നിട്ട് കോടതികളിലെ ശലഭക്കൂട് എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേക, കാരണം അവർ ആ ഒരു ട്രോമയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലീഗൽ സർവീസ് അതോറിറ്റിയൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ ഈ കൗൺസിലേഴ്സ് എന്ന് പറയുന്നത് കുറേ കേസുകളുണ്ട് ഉണ്ടല്ലോ, അവർ എത്രത്തോളം അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നു. പിന്നെ ഹൈക്കോടതിയുടെ വിധി അനുസരിച്ച് ഇപ്പൊ കുട്ടികളെ കോടതി കൊണ്ടുവരാൻ പാടില്ല, മനസ്സിലായില്ല. അല്ലാതെ പാരന്റ്സ് ഇവരെ തന്നെ ആയിരിക്കും കൗൺസിലിംഗ് ചെയ്യുന്നത്. പിന്നെ എത്രത്തോളം പ്രൊഫഷണൽ ആണെന്ന് എനിക്ക് അറിയത്തില്ല ഈ കൗൺസിലേഴ്സ്. എഫക്റ്റീവായിട്ട് എന്നാലും എൻ്റെ കേസിലൊന്നും വലിയ എഫക്റ്റീവായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തു. ഒട്ടും എഫക്റ്റീവായിട്ട്, കാരണം എൻ്റെ കേസുകളൊന്നും അവരെ കൗൺസിലിങ്ങിൽ പോയിട്ട് റീയൂണിയൻ ആയി പോവോ അല്ലെങ്കിൽ അവിടെ വന്നിട്ട് ഒരു തീരുമാനത്തിലോ ഒന്നും എത്തിയിട്ടില്ല. അല്ലാതെ പുറത്ത് പ്രൊഫഷണൽസിനെയൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ കൗൺസിലിംഗ് ചെയ്തിട്ട് യോജിച്ചു പോകണവരൊക്കെ ഉണ്ട്. ഈ റീയൂണിയൻ എന്ന് പറയുമ്പോൾ തന്നെ അത് ഇപ്പം വലിയ പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം റീയൂണിയൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അപകടാവസ്ഥയിലേക്ക് പോകുന്ന ചില എന്താണെന്നറിയോ, അതിന് അങ്ങനെ പറയാനും പറ്റില്ല. ചിലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അറിവില്ലായ്മയും തെറ്റിദ്ധാരണയും ഉണ്ടാവും.
അപ്പോൾ അത് വന്നിട്ട് ചെറുതായിക്കോട്ടെ. ചിലർക്ക് വന്ന് വേറെ എന്തെങ്കിലും രോഗത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും. ഈ എന്താ പറയല്ലേ, എന്തെങ്കിലും പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് പോലെയുള്ളവർ, അവർ വന്നിട്ട് ചുമ്മാ സംശയങ്ങളും ഒക്കെ. അപ്പോൾ അവർ കുറേയൊക്കെ നമുക്ക് കൗൺസിലിങ്ങിലൂടെ പറഞ്ഞ് മനസ്സിലാക്കുക, ഇതൊരു തരം സംശയമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളൊന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് നോക്കൂ, ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ചിലപ്പോൾ മാറാമായിരിക്കും. അത് തന്നെ. എന്ന് വെച്ചാൽ എന്ത് പറഞ്ഞാലും ഇപ്പോൾ ഒരു പെങ്കൊച്ചാണെങ്കിൽ എവിടെ പോയാലും അവൾക്ക് സംശയം തോന്നുന്നത് അവളുമായിട്ട് ബന്ധം ഉണ്ടാവും. എന്താ വിളിച്ചിട്ട് വരാതെ, എന്താ ലേറ്റായി. അപ്പോൾ ഇവൾക്കിങ്ങനെ കൂടി ഒരു ട്രോമയിലോട്ട് പോകും. അതൊന്നും നമുക്ക് ഇത് കൗൺസിലിങ്ങിൽ തന്നെ നമ്മൾ വിടും. എന്നിട്ട് അതൊന്ന് റിയലൈസ് ചെയ്തിട്ട് പറ്റുമെങ്കിൽ അത് പോട്ടെ. അതല്ല രണ്ടുപേർക്കും ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഡിവോഴ്സിലേക്ക് പോട്ടെ. ഇപ്പോൾ പല ആളുകളുടെയും പ്രശ്നം നഷ്ടപ്പെട്ടു പോയ സ്വർണം, ഇതെങ്ങനെ നമ്മൾ തിരിച്ചു പിടിക്കും? അതായത് ബാക്കിയൊക്കെ നമ്മൾ ഓക്കെ, അയാളെ വേണ്ട, അതൊക്കെ തീരുമാനം ചിലപ്പോൾ പെൺകുട്ടി എടുത്തിട്ടുണ്ടാവും. പക്ഷെ ഈ പോയ സ്വർണം തിരിച്ചു പിടിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഒന്നെന്ന് പറയുന്നത് നഷ്ടപ്പെടുത്താതിരിക്കുക. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, സ്വർണം നിങ്ങൾക്ക് വീട്ടുകാർ തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വത്താണ്. 18 കഴിയുന്ന പെമ്പിള്ളേരെയാണ് കല്യാണം കഴിപ്പിക്കുന്നത്. 18 കഴിയുന്നവർക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. നിങ്ങളുടെ സ്വർണം നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കുക. അതേസമയം പണയം വയ്ക്കുക, എന്ത് തന്നെയാണ് എങ്കിലും അതിന് വ്യക്തമായിട്ടുള്ള രസീതും കാര്യങ്ങളും വയ്ക്കുക. ഇന്ന് ഈ മറ്റെന്താ പറയുക, സ്നേഹവും പ്രണയവും പ്രേമവും ഒക്കെ രണ്ടാമത്, അതൊക്കെ കുറച്ച് നമ്മൾ നൈമിഷികമായിരിക്കാം, അത് കഴിയുമ്പോൾ പോവുമായിരിക്കാം. അപ്പോൾ അത് കാരണം മാക്സിമം ഗോൾഡ് നമ്മളുടെ കയ്യിലോട്ടൊന്ന് അവിടെ പോവുകയാണെങ്കിൽ അവിടെ എതിർഭാഗത്തിലേക്ക് എത്തിക്കഴിയുന്നതിനുള്ള എവിഡൻസ് കിട്ടിയാൽ പിന്നെ എതിർഭാഗത്തിന്റെ ബർഡൻ ഓഫ് പ്രൂഫ് അവിടെയാ, ഇങ്ങോട്ട് തിരിച്ചു തന്നു എന്ന് കാണിക്കാണ്ട്. അത് കാരണം മാക്സിമം നിങ്ങളുടെ ഗോൾഡ് നിങ്ങളുടെ കയ്യിൽ തന്നെ നിർത്തുക. ഓക്കെ. ഈ കെൽസ പോലുള്ള സംവിധാനങ്ങൾ പെൺകുട്ടികൾക്ക് എത്രത്തോളം, പെൺകുട്ടികൾക്കല്ല ആർക്കായാലും ലീഗലി കെൽസ സ്ത്രീകൾക്കും കുട്ടികൾക്കും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിറകെ നിൽക്കുന്നവർക്കും ഭയങ്കര സപ്പോർട്ടീവായിട്ടാണ്. ഇപ്പോൾ കിൽസ ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് സഹായം കൊടുക്കുന്നുണ്ട്. കെൽസയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ ശലഭക്കോടൊക്കെ കെൽസയുടെ കീഴിലാണ്, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ ജൂനിയർ ആയിരിക്കണം കെൽസയുടെ മെമ്പറാണ്. പിന്നെ സീനിയർ ആകുമ്പോൾ നമ്മളങ്ങനെ ഇപ്പോൾ ഇപ്പോഴുള്ള മിടുക്കരായിട്ടുള്ള ജൂനിയേഴ്സ് ഉണ്ട് അഡ്വക്കേറ്റ്സ്, അവർക്കൊക്കെ നിങ്ങൾക്ക് ഫ്രീ സർവീസ് നിങ്ങൾക്ക് കിട്ടും. നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. നമുക്കൊരു ഫീമെയിൽ ലോയറിനെ തന്നെ വേണമെങ്കിൽ നമുക്ക് കെൽസയിൽ ഡിമാൻഡ് ചെയ്യാം. കെൽസ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതെന്താ അറിയോ ഞാൻ ചോദിക്കാൻ കാരണം, ചില ആളുകൾ അത് ഗവൺമെന്റ് കൊടുത്തിട്ടല്ലോ നമ്മൾ വാദിക്കുന്നത്, അപ്പൊ നമ്മളോട് അത്രയ്ക്ക് ആത്മാർത്ഥത അവർക്ക് ഉണ്ടാവുമോ എന്നൊക്കെയുള്ള ഒരു സംശയം പലർക്കും. ഒരു കേസ് ഉഴപ്പിക്കളയോ അങ്ങനെ വിചാരിച്ച് പേടിച്ചിട്ട് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ആ പ്രൊഫഷനെ ആ രീതിയിൽ കാണുന്നവർ ഉഴപ്പും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ജൂനിയർ ആയിരിക്കുമ്പോൾ ഞാൻ കെൽസയിലെ മെമ്പറാണ്. ഞാൻ ഒത്തിരി കേസും ചെയ്തിട്ടുണ്ട്. അന്ന് എനിക്ക് കാശ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഞാൻ ഉഴപ്പിയിട്ടൊന്നുമില്ല. നമുക്ക് പറ്റത്തില്ല. നമ്മൾ ഏതോ ഇപ്പൊ നമ്മളൊരു വക്കാലത്തിട്ട് ഒരു കേസിലായി കഴിഞ്ഞാൽ നമ്മൾ അതിൽ പെട്ടു. പിന്നെ നമുക്ക് ഇടയിൽ വന്നിട്ടും ഒരു മാറ്റം എടുക്കാനോ ഉഴപ്പാനോ ഒന്നും പറ്റും. നമ്മുടെ മനസാക്ഷിയൊന്നും അതിന് സമ്മതിക്കത്തില്ല. അത് വന്നിട്ട് കെൽസയിലുള്ളവരങ്ങനെ ഉഴപ്പി ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് പരാതി കൊടുക്കാം. അതാ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും ഉറപ്പായിട്ട് കൊടുക്കാം. അവര് ക്യാഷ് ഡിമാൻഡ് ചെയ്താലോ അല്ലെങ്കിൽ ക്യാഷ് റെപ്രസെന്റേഷൻ ചെയ്തില്ലെങ്കിലോ ഒക്കെ അവർക്ക് പാനൽ അഡ്വക്കേറ്റ്സ് എന്ന് പറയുന്നത് അവിടെ കെൽസ ചെയർമാൻ എന്ന് പറയുന്നത് ജഡ്ജ്, സബ് ജഡ്ജാ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ജഡ്ജൊക്കെ ആയിരിക്കും. ചെയർമാൻ, സെക്രട്ടറി എന്നൊക്കെ അവർക്കൊക്കെ പരാതി കൊടുക്കാം.